നുസ്രത് ജഹാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബംഗാളിൽ എങ്ങനെ വരുന്നു കേന്ദ്ര ഗവൺമെന്റിനെ ചോദിക്കുമ്പോ നമ്മളെ ദീദി അവിടുന്ന് പേപ്പർ ഉണ്ടാക്കി കൊടുത്താണല്ലോ വിടുന്നത്. അല്ലാതെ പറയണേ ഇപ്പൊ നമ്മൾ കണ്ടു, അടുത്ത ദിവസങ്ങളിലെ കണ്ടു കേരളത്തിൽ വന്ന് അവരുടെ കാലുറപ്പിച്ചു. ബംഗാളികളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി ആ പാർട്ടിയും കൂടി കേരളത്തിൽ എത്താനേ ഉള്ളൂ. അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തു അല്ലെ. ഇന്ത്യ മുന്നണിന്റെ സംവിധാനമാണ്. പിന്നെ ഈ ഡീപ് സ്റ്റേറ്റ് ഫണ്ടും മറ്റും ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇറക്കിയത് നമ്മൾ കണ്ടതാണ്. ഉത്തരേന്ത്യയില് എന്താണ് അയോധ്യയിലൊക്കെ സംഭവിച്ചത് പറയണ്ടല്ലോ. തോറ്റ് മോദിനെ തോൽപ്പിച്ചു. എങ്ങനെ തോൽപ്പിച്ചു എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. ഇവിടുന്ന് ഫണ്ടുകൾ വന്ന് ഇനിയും വരാനുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാതിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഒറ്റയടിക്ക് പോയി പിടിച്ചങ്ങടെ അകത്താക്കാനൊന്നും ഒരു ഗവൺമെന്റിന് സാധിക്കില്ല. ഇത്രയും സ്റ്റേറ്റിൽ ഓരോരുത്തർക്കും ഓരോ ഡിപ്ലോമാസി ഉണ്ടല്ലോ. ആ റൂൾ അനുസരിച്ചല്ലേ പോവാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ ചേരല് നമ്മൾ കാണേണ്ടത് അതിലേക്ക് തന്നെ വരണം. നമ്മള് 921 മുമ്പ് തിരൂരങ്ങാടിയും കോഴിക്കോടും അവിടെ ഇവിടെ സൂഫി സംഘങ്ങളാണ് ഒന്നിച്ച്. അവസാനം സൂഫികളതിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇതുപോലെയുള്ള വർഗീയവാദികളെ ഏറ്റെടുത്ത് തലവെട്ടിയും കൊന്നും കൈയർത്തും ഒക്കെ കഥകൾ നമ്മൾ കൊച്ചുനാളിൽ കേട്ട